ഹൈന്ദവ വിശ്വാസപ്രകാരം സന്ധ്യാസമയം എന്നത് വളരെ വിശേഷപ്പെട്ടൊരു സമയമാണ്. സകല ദേവീദേവന്മാരും സംഗമിച്ച് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന സമയമാണ് സന്ധ്യാസമയം. പ്രദോഷ സന്ധ്യാസമയത്താണ് മഹാദേവൻ നടരാജഭാവത്തിൽ പാർവതി ഭൂതഗണങ്ങൾക്ക് മുമ്പിൽ താണ്ഡവ നൃത്തം ചെയ്യുന്നത്. ഭഗവാന്റെ നടനം കാണുവാൻ സകല ദേവീദേവന്മാരും കൈലാസത്തിലെത്തിച്ചേരും എന്നതാണ് വിശ്വാസം. പ്രദോഷവ്രതം നോക്കുന്നതിലൂടെ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം സിദ്ധിക്കാൻ കഴിയുമെന്നത് സംശയലേശമന്യേ പറയാവുന്ന കാര്യമാണ്. പ്രദോഷ സമയത്ത് നിലവിളക്ക് കൊളുത്തുന്നതിലൂടെയും ക്ഷേത്രങ്ങൾ വഴിപാട് നടത്തുന്നതിലൂടെയും ഈ കാര്യങ്ങൾ നമുക്ക് സിദ്ധിച്ചെടുക്കാം എന്നുള്ളതാണ്. മഹാലക്ഷ്മി ഓരോ വീടും സന്ദർശിക്കുന്നത് ത്രിസന്ധ്യ നേരത്താണ്. വീടും പരിസരവും വൃത്തിയാക്കി വെള്ളം തളിച്ച് നിലവിളക്ക് കൊളുത്തി നാം എല്ലാവരും മഹാലക്ഷ്മിയെ എതിരേൽക്കാറുണ്ട്. എന്നാൽ പല വീടുകളും ഇന്ന് ഇക്കാര്യത്തിൽ അല്പം പിറകോട്ടാണ് എന്നതാണ് വാസ്തവം. നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്മി ദേവി സർവ്വ ഐശ്വര്യത്തിൻ്റെയും സുഖസമ്പന്നതയുടെയും പ്രതിരൂപമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശരിയായ രീതിയിൽ നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവി പ്രദാനം ചെയ്യുന്ന സകല സുഖ സൗഖ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരും. എന്നാൽ ഈ സമയത്ത് ഒരിക്കലും ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നാം ഇക്കാര്യങ്ങൾക്ക് ഭംഗം വരുത്തുന്നത് കൊണ്ടാവാം വിളക്ക് തെളിയിച്ചിട്ടും നാമജപം നടത്തിയിട്ടുമൊന്നും നമുക്കൊരു മേൽഗതി ഉണ്ടാകാത്തത്. ഇനി പറയുന്ന കാര്യങ്ങൾ വിളക്ക് തെളിച്ച ശേഷം നാം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒന്നാമതായി പറയാനുള്ളത് വീട്ടിലെ തുളസിയിൽ നിന്നും ഒരില പോലും അസ്തമനത്തിന് ശേഷം നുള്ളരുത് എന്നുള്ളതാണ്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായതാണ് തുളസിച്ചെടി. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്കും തുളസിച്ചെടി വളരെ പ്രാധാന്യമുള്ളതാണ്. ലക്ഷ്മി ദേവിയുടെ ആഗമന സമയത്ത് തുളസിച്ചെടിയുടെ ഇല നുള്ളുക എന്നത് ദേവിയുടെ കോപം നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്നതിന് ഇടയാകും. നിത്യദാരിദ്ര്യവും സാമ്പത്തിക ചോർച്ചയും വന്നു ഭവിക്കും. അതുകൂടാതെ സകല ദുരിതങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ തുളസിച്ചെടിയിൽ നിന്നും നിലവിളക്ക് കൊളുത്തിയ ശേഷം ഇലകൾ നുള്ളാതിരിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തുളസിച്ചെടിയെ വലം വെച്ച് തൊഴുന്നതും വളരെ നല്ലതാണ് എന്ന് ഓർക്കുക. രണ്ടാമതായി പറയുവാനുള്ളത് നിലവിളക്ക് കൊളുത്തിയ ശേഷം വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ പാടില്ല എന്നുള്ളതാണ്. സന്ധ്യാസമയത്ത് വെള്ളം കോരുന്നതിലൂടെ സമ്പത്ത് ചോർന്നു പോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ചോർച്ചയുള്ള പൈപ്പുകൾ വീട്ടിലുണ്ട് എങ്കിൽ അസ്തമനത്തിന് മുമ്പ് തന്നെ അത് ശരിയാക്കി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്മി ദേവിയുടെ ആഗമന സമയത്ത് ഒഴുകിപ്പോകുന്ന ജലം വീട്ടിലെ സമ്പത്തിനെയും ചോർത്തുമെന്നതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നിലവിളക്ക് കൊളുത്തിയ ശേഷം ചില വസ്തുക്കൾ നാം കൊടുക്കുവാനോ വാങ്ങുവാനോ പാടുള്ളതല്ല. അത് വിൽപ്പനയായാലും ദാനധർമ്മമായി കൊടുക്കുന്നതായാലും വീടുകളിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പായി ചെയ്യാൻ ശ്രമിക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കടവും നിത്യദാരിദ്ര്യവും ബാധ്യതകളുമൊക്കെ നമ്മിൽ എത്തിച്ചേരും. വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വസ്തു ഉപ്പാണ്. ഉപ്പിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നുള്ളത് പ്രാചീന കാലം തൊട്ടേ ഉള്ളൊരു വിശ്വാസമാണ്. ഉപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇനി ഒരു വീഡിയോ ചെയ്യുവാനായി ശ്രമിക്കാം. ലക്ഷ്മി ദേവി അധിവസിക്കുന്ന ഉപ്പ് ഒരിക്കലും നാം സന്ധ്യ കഴിഞ്ഞ് കൈമാറാൻ പാടില്ല. അതുപോലെ തന്നെ സന്ധ്യാസമയം കഴിഞ്ഞ് കൈമാറാൻ പാടില്ലാത്ത വസ്തുവാണ് മഞ്ഞൾ. മഹാലക്ഷ്മി തത്വത്തെ ഉൾക്കൊള്ളുന്ന ദിവ്യമായൊരു വസ്തു തന്നെയാണ് മഞ്ഞളും. പാലും പാൽ ഉൽപ്പന്നമായ തൈര്, വെണ്ണ പോലുള്ളവയും നിലവിളക്ക് കൊളുത്തിയ ശേഷം കൈമാറാൻ പാടില്ലാത്ത വസ്തുക്കളിൽ പെട്ടതാണ്. സന്ധ്യാസമയം കഴിഞ്ഞ് കടുക് കൈമാറുന്നതിലൂടെ അവരുടെ പരസ്പരമുള്ള ദോഷങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുമെന്നൊരു തത്വവും പ്രാചീന കാലം തൊട്ടേ കൈമാറി വരുന്നുണ്ട്. അതിനാൽ കടുക് കൈമാറ്റം ചെയ്യലിൽ വിലക്കപ്പെട്ട വസ്തുവാണ് എന്ന് ഓർക്കുക. മൂർച്ചയുള്ള ആയുധങ്ങൾ കൊടുവാൾ, വെട്ടുകത്തി, കോടാലി, കുന്താലി, മൺവെട്ടി തുടങ്ങിയവയും കൈമാറ്റം നിഷേധിച്ചിട്ടുള്ള വസ്തുക്കളുടെ ഗണത്തിൽ പെട്ടവയാണ്. ആയുധങ്ങൾ പരസ്പരം ഒരു വീട്ടിലുള്ളവർ തന്നെയും കൈമാറരുത് എന്നതാണ് ശാസ്ത്രം. ഇപ്പറഞ്ഞ സാധന സാമഗ്രികൾ ക്ഷേത്രാവശ്യങ്ങൾക്കോ പൂജാ സംബന്ധമായ കാര്യങ്ങൾക്കുമാണ് കൈമാറുന്നത് എങ്കിൽ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കൈമാറുന്നതിൽ തെറ്റില്ല. ത്രിസന്ധ്യ നേരത്ത് നിലവിളക്ക് കൊളുത്തിയ ശേഷം ആരും തന്നെ കുളിക്കാൻ പാടില്ല എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിലവിളക്കിൽ തിരി തെളിയുന്നതിന് മുൻപ് തന്നെ വീട്ടിലുള്ളവർ എല്ലാം തന്നെ ദേഹശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ സൂര്യാസ്തമനം കഴിഞ്ഞ് നിലവിളക്കിലെ തിരി താഴ്ത്തിയ ശേഷം മാത്രം കുളിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിലവിളക്ക് ഒരു നാഴിക നേരമെങ്കിലും തെളിഞ്ഞു നിൽക്കണം. അതിനുശേഷം മാത്രമേ കെടുത്തുവാൻ പാടുള്ളൂ. കൊളുത്തിവയ്ക്കുന്ന നിലവിളക്ക് നിരന്തരം ഏതെങ്കിലും രീതിയിൽ തനിയെ കെടുന്നതായി കണ്ടാൽ എത്രയും വേഗം ഒരു ജ്യോതിഷിയെ സമീപിക്കുക. എന്തോ കാര്യമായ പ്രശ്നം വീടിനെയോ വീട്ടിലുള്ളവരെയോ അലട്ടുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിളക്ക് കൊളുത്തിയ ശേഷം വാതിലുകൾ അടച്ചിടരുത് എന്നുള്ളത്. എല്ലാ വാതിലുമല്ല, വീടിൻ്റെ പ്രധാന വാതിലും പൂജാമുറിയുടെ വാതിലും നിലവിളക്ക് കെടുന്നത് വരെ തുറന്നു തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വാതിലുകൾ അടച്ചിടുക എന്നത് ശുഭസൂചനയല്ല.
ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, നിലവിളക്ക് കൊളുത്തിയ ശേഷം വീടോ പുരയിടമോ തൂത്തുവാരാൻ പാടില്ല എന്നുള്ളതാണ്. ചൂല് ഒരു അശുഭ ലക്ഷണമായാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. മഹാലക്ഷ്മിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അശുഭ ലക്ഷണമായി ചൂല് ഉപയോഗിക്കാതെ ഇരിക്കുക എന്നത് യുക്തിസഹമായ ഒരു കാര്യമായി കണക്കാക്കുക. നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ തൊട്ടടുത്ത വീടുകളിൽ തെളിയിച്ച വിളക്കുകൾ നാം ദർശിക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ സ്ഥിതി ചെയ്യുന്ന വീടുകളിൽ തെളിച്ചു വെച്ചിരിക്കുന്ന വിളക്കുകൾ ഒരിക്കലും നാം വിളക്ക് കൊളുത്തുന്നതിന് മുമ്പേ നമ്മുടെ ദൃഷ്ടിയിൽ വരാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഭവനങ്ങളിലും ഭവനത്തിലെ ഓരോരുത്തരിലും ഉണ്ടാവുകയും അത് വീടിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ശ്രമിച്ചു നോക്കുക. മാറ്റമുണ്ടാവുന്നവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.